ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുവാനും പകരം പാത്രിയർക്കീസിനെ ആ സ്ഥാനത്ത് തെരഞ്ഞെടുത്ത് നിയോഗിച്ചതുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ലേഖനം. മലങ്കര സഭ ഔദ്യോഗികമായി വട്ടശ്ശേരി തിരുമേനിയെയും പാണമ്പടിയിൽ കബറടങ്ങിയിരിക്കുന്ന പൗലോസ് മാർ കൂറിലോസ് തിരുമേനിയെയും മെത്രാനായി തെരഞ്ഞെടുത്ത് വാഴിച്ച് അയച്ചത് ഈ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവായുടെ സമീപത്തേക്കാണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. അന്ന് അബ്ദുൽ മിശിഹ പാത്രിയർക്കീസ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് അയക്കുകയോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയോ അല്ല ചെയ്തത്. ഇവരെ അങ്ങോട്ട് അയച്ച് യെരുശലേമിൽ വെച്ച് ഇവരെ മെത്രാനായി വാഴിച്ച് നാട്ടിൽ വന്നു. ഇവരടങ്ങുന്ന സമിതി ചേർന്നാണ് അബ്ദുള്ള പാത്രിയർക്കീസ് ബാവായ മലങ്കരയിലേക്ക് സ്വീകരിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. ഞാൻ ചുരുക്കി പറയട്ടെ, 1912 വരെ മലങ്കര സഭ രണ്ട് വിഭാഗവും മുടക്കപ്പെട്ടതിന് ശേഷം മെത്രാങ്കക്ഷി വിഭാഗവും ഉൾപ്പെടെയുള്ളവർ പാത്രിയർക്കീസായി അംഗീകരിച്ചിരുന്നത് അബ്ദുള്ള പാത്രിയർക്കീസ് ബാവായ അബ്ദുൽ മിശിഹ പാത്രിയർക്കീസിനെ അല്ല. എന്നാൽ 1912 സെപ്റ്റംബറോടുകൂടി കാതോലിക്ക വാഴ്ച നടത്താനുള്ള രഹസ്യമായ ആലോചനകൾ നടത്തി. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കമായ 2-3 കാര്യങ്ങൾ പറയുക. ഒന്ന്, ഒരു കാതോലിക്കേറ്റ് പ്രാദേശിക സഭാധ്യക്ഷനെ വാഴിക്കണമെങ്കിൽ അതിനാകമാന സഭയുടെ അംഗീകരണം വേണം. അങ്ങനെ ഒരു അംഗീകരണമോ ആലോചനയോ നടന്നിട്ടില്ല. അതിലുപരിയായി മലങ്കരയിലുള്ള പ്രാദേശിക സുന്നതദോസെങ്കിലും ഇക്കാര്യത്തെ കുറിച്ച് ആലോചിച്ചിരിക്കണം. അന്ന് മലങ്കരയിൽ ഭരണത്തിലുള്ള മെത്രാപ്പൊലിത്തന്മാരാരുമായിട്ടും ഇക്കാര്യം ആലോചന നടത്തിയില്ല. നിരണവും പരിമലയും കേന്ദ്രീകരിച്ച് ഏതാനും വ്യക്തികൾ രഹസ്യമായിട്ട് പ്ലോട്ട് ചെയ്താണ് ഇങ്ങനെ ഒരു ആലോചനയും തീരുമാനവും ഉണ്ടാക്കിയത്. ഞാനിത് കക്ഷി വ്യത്യാസത്തിന്റെ പേരിൽ പറയുന്നതല്ല, രേഖകളുടെ വെളിച്ചത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ രേഖകളുടെ അഭാവത്തിൽ പറയുന്നതാണ്. അന്ന് നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റി മുളന്തുരുത്തി സുന്നതദോസ് കൂടി അവിടെ വെച്ച് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളാക്കി തെരഞ്ഞെടുത്ത് മെത്രാന്മാരെ തെരഞ്ഞെടുക്കുകയും അതിനുശേഷം അവരുടെ കാലശേഷം വട്ടശ്ശേരി തിരുമേനിയെയും കൊച്ചുപറമ്പിൽ തിരുമേനിയെയും തിരഞ്ഞെടുത്ത മാനേജിംഗ് കമ്മിറ്റി പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രഹസ്യ ആലോചന അവിടെ നടന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മലങ്കര സഭയുടെ അംഗീകാരമില്ല, അതുപോലെ തന്നെ ആഗമാന സഭയുടെ അംഗീകാരമില്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഏതാനും വ്യക്തികൾ ചേർന്ന് അബ്ദുൽ മിശിഹ പാത്രിയർക്കീസിനെ രഹസ്യമായിട്ട് കൊണ്ടുവന്നു. നിങ്ങൾ വിചാരിക്കണം, അന്ത്യോക്യ പാത്രിയർക്കീസ് മലങ്കരയിൽ വരുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം വരുന്നത് നമുക്കെല്ലാം അറിയാം. ഇപ്പോഴത്തെ ബാവായും ഇതിനു മുമ്പത്തെ ബാവാമാരും ഒക്കെ വന്നിട്ടുള്ളത് നമുക്കറിയാം. അവർ സംസ്ഥാന അതിഥികളായിട്ട് അവർ. ഈ അബ്ദുൽ മിശിഹ പാത്രിയർക്കീസ് വന്നപ്പോൾ സംഭവിച്ചത് എന്നാണെന്നറിയാമോ? അന്നത്തെ കൊച്ചി തിരുവിതാംകൂർ അതിർത്തിയിൽ ഇദ്ദേഹം ഔദ്യോഗിക സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പ്രവേശിക്കരുത് എന്നുള്ളതായ ഒരു ജഡ്ജിമെന്റോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഒരു ദേറാക്കാരനെ പോലെ അദ്ദേഹം ഇവിടെ വരികയും മലങ്കര സഭയിൽ ചില സ്ഥലങ്ങളിലൊക്കെ കയറുകയും ചെയ്തിട്ട് നേരെ പരിമലയ്ക്ക് പോവുകയാണ് ചെയ്തത്. പരിമലയിൽ നിന്ന് കാതോലിക്ക വാഴ്ചയുടെ രഹസ്യ ആലോചനക്കാർ അദ്ദേഹത്തെ നിരണത്തേക്ക് കൊണ്ടുവരികയും ആ നിരണത്ത് നടന്ന സ്ഥാനാഭിഷേകത്തിൽ നല്ല മനസ്സോടെ ഇദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് അവരുടെ തന്നെ രേഖകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ PT ഗീവർഗീസ് ഷെമ്മാശൻ പിന്നീട് ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഈവാനിയോസ് എന്ന പേരിൽ മെത്രാനായി. അദ്ദേഹം പിന്നീട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗിരിദീപം. ആ ഗിരിദീപം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കാതോലിക്ക വാഴ്ചയ്ക്ക് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ബാവ യാതൊരു കാരണവശാലും പള്ളിമേടയിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് വരികയില്ല. അദ്ദേഹം അവിടെ പള്ളിമുറിയിൽ അടച്ചിരിക്കുക. കാര്യം നിങ്ങൾ എൻ്റെ പ്രസംഗം ശ്രദ്ധാപൂർവം കേട്ടവർ മനസ്സിലായി കാണും. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് പാത്രിയർക്കാ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി. ഞാൻ പറഞ്ഞായിരുന്നു, ബുദ്ധിഭ്രമം ബാധിച്ച ഒരു മനുഷ്യനാണ്.
അദ്ദേഹത്തിന് കാതോലിക്ക വാഴ്ച എന്താണ്, പള്ളിയിൽ നടക്കാൻ പോണത് എന്താണെന്നുള്ളത് വലിയ തിരിച്ചറിവില്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വന്നില്ല. പിന്നീട് ഗിരിദീപം എഴുതിയ ആർച്ച് ബിഷപ്പ്മാർ ഈവാനിയോസ് തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇവർ അനേകം വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു, പണവും സംരക്ഷണവും. അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചു. ഇങ്ങനെ അവസാനം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇനിയും ചരിത്രരേഖകളിൽ നിന്നല്ലാതെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇദ്ദേഹത്തെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് മദ്ബഹായിൽ കൊണ്ട് ഇരുത്തുകയും ആ തിരശ്ശീല ഇട്ടിട്ട് എല്ലാവരും കുറിയേലായുസോൻ ചൊല്ലിക്കോളാൻ പറഞ്ഞു. കുറിയേലായുസോൻ ചൊല്ലി ഒരു അഭിഷേകം പോലൊക്കെ നടത്തിയാണ് ഈ കാതോലിക്ക സ്ഥാപനം മലങ്കരയിലേക്ക് വരുന്നത്.